ഹലോ, ഗുഡ് ഈവനിങ് ഡിയേഴ്സ്. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനൊരു പാകിസ്ഥാനി റൊട്ടിയെ പറ്റിയാണ് പറയാൻ പോകുന്നത് കേട്ടോ. എല്ലാ ദിവസവും കാണുന്നതാണ്. ഒത്തിരി വർഷങ്ങളായിട്ടുള്ളൊരു ബേക്കറിയാണ് കേട്ടോ. എന്നും ഒരു ചേട്ടൻ ഇങ്ങനെ നിന്ന് ചുടുന്നു, കുറച്ച് പേര് വന്ന് മേടിക്കുന്നു. ഇങ്ങനത്തെ ഈ പരിപാടി ഡെയിലി ഞാൻ നടക്കാൻ പോകുമ്പോൾ കാണുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് എന്ന് ചോദിച്ചു, ഞാനൊരു വീഡിയോ എടുത്തോട്ടെ. എന്തിനാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നാട്ടിലെ എൻ്റെ കേരളത്തിലുള്ളവരെ കാണിക്കാനാണ്, നിങ്ങളുടെ റൊട്ടിയെ കാണിക്കാനാണ്, പാകിസ്ഥാനി റൊട്ടിയല്ലേ കാണിക്കാനാണെന്ന് പറഞ്ഞു. അവർക്ക് ഭയങ്കര തമാശ പോലൊക്കെ തോന്നി. ഓക്കെ, എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ അകത്ത് നിന്ന് രണ്ട് ചേട്ടന്മാർ കുഴച്ചിട്ട് ഉരുട്ടുന്നു. പിന്നെ ഈ ചേട്ടനകത്തായിട്ട് വന്നിട്ട് പരത്തി, എന്നിട്ട് ചീപ്പ് പോലത്തെ ഒരു സാധനം വെച്ചിട്ട് അതിലെന്തോ ഡിസൈനൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് ആ ജനൽ വഴി പുറത്തേക്ക് വെക്കുന്നു. അവിടെയാണ്, ആ ജനലിൻ്റെ അവിടെയാണ് ചൂട്, എന്താ പറയുന്നത്, ഇത് ബേക്ക് ചെയ്യാനുള്ള അടുപ്പുള്ളത്. എന്നിട്ട് പുള്ളി അവിടെ ഒരു ചെറിയൊരു കുഷ്യൻ പോലെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് വെള്ളം തളിച്ചിട്ട് ഈ ഒരു ചപ്പാത്തി എടുത്ത് അതിലോട്ട് വെക്കുന്നു. എന്നിട്ട് ഈ കുഷ്യനോടുകൂടി തന്നെയാണ് അടുപ്പിലേക്ക് ഇത് അടുപ്പിൻ്റെ ഭിത്തിയിലേക്ക് ഇനി പറ്റിച്ച് വെച്ചിട്ട് അത് വേകുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ അതെടുത്ത് ഒരു കമ്പി കൊണ്ടെടുത്ത്, കൈ കൊണ്ട് ഡയറക്റ്റ് ഇതൊന്നും എടുക്കാൻ പറ്റില്ല, അത്രയും ചൂടാണ്, എടുത്ത് പുറത്തേക്ക് വെക്കുന്നത്. അപ്പോൾ എല്ലാവരും വന്ന് മേടിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ ഇത് കഴിക്കുന്നുണ്ട്. ഒരു കറിയൊക്കെ ഉണ്ടാക്കിയ സുഖമാണ്, ഇത് മേടിച്ച് കഴിച്ചാൽ മതി. പക്ഷെ നമ്മൾ കേരളീയർക്കൊന്നും ഇത്രയും പിടിക്കത്തൊന്നുമില്ല. അല്ലാതെ ഒത്തിരി ആൾക്കാർ ഇത് വന്ന് മേടിക്കുന്നുണ്ട്. ഒരു ദറംസാണ് ഒരു റൊട്ടിയുടെ വില. അപ്പോൾ അവരെന്നോട് കുറേ അധികം കാര്യങ്ങളൊക്കെ സംസാരിച്ച് റൊട്ടിയെ പറ്റിയൊക്കെ കുറേയൊക്കെ പറഞ്ഞ്. കുറച്ചൊക്കെ മനസ്സിലായി, കുറച്ചൊക്കെ മനസ്സിലായില്ല. ചേട്ടൻ ഈ ഫാനൊക്കെ ഇട്ടത് ചെയ്യുന്നത്, അത്രയും ചൂടാണ് ഇവിടെ നിൽക്കാനായിട്ടേ. താങ്ക് യു.